ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തിന്റെ കീഴിലേക്ക് പോവാം. തീർച്ചയായിട്ടും അജണ്ട പറയൂ. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമ അതാർക്ക് കിട്ടുന്നു? അവർ വിജയിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് കിട്ടുന്ന ആൾക്കാർ ഈ കിഴിയിൽ വിജയിക്കും. മൊത്തം എനിക്ക് തന്നെ ആയിരിക്കും. ടൈലാണ്. വിജയത്തോടെയാണ് തുടക്കം. ഫസ്റ്റ് കിഴി. ഇതോടെ ഒരു ദീർഘശ്വാസമൊക്കെ വരുന്നുണ്ടല്ലോ. കിഴിയിൽ പിടിക്കാം. ഫസ്റ്റ് സിനിമ പവി കെയർടേക്കർ. സിനിമയുടെ വീഡിയോ സോങ് ഇന്ന് 6 മണിക്ക് പുറത്തു വരും. 26-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുന്നത്. നല്ല സിനിമയായിട്ട് വരട്ടെ. ഉത്തരാഖണ്ഡ നമ്മുടെ ഡോക്ടർ ശിവരാജ്കുമാർ നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ ഐശ്വര്യ രാജേഷ് പ്രധാന വേഷത്തിലുന്നുണ്ട്. ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ദുർഗി നമ്മുടെ വിജയ് ബാബു ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കേട്ടോ. ഞെട്ടിച്ചു കളഞ്ഞതാ. ഭീകരായിരുന്നു അത്. പേരെന്ന് വെറൈറ്റിയാ സത്യം. എന്താ ടൊറീനോ അതെ. അടുത്തത് അണലി വെബ് സീരീസ്. നമ്മുടെ മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്ന വെബ് സീരീസിൽ നിഖില വിമൽ രണ്ടുപേരും ലൊക്കേഷനിലുള്ള പിക്ക് പുറത്തു വന്നിട്ടുണ്ട്. കൂലി തലൈവർ 171 അതാണ് കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. എന്താണെന്നറിയോ? പറഞ്ഞോളൂ. നമ്മുടെ നാഗാർജുന ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തും എന്നുള്ളതിന്റെ റൂമർ വരുന്നു. വരട്ടെ, പ്രധാന വേഷത്തിലെത്തട്ടെ. ലോകേഷ് എന്താടാ ഇടയ്ക്കിടയ്ക്ക് ദ കിങ്. SRKയും മകൾ സുഹാന ഖാനും ഒരുമിക്കുന്ന സിനിമയാണ്. സിനിമയിൽ ആള് ഒരു ഡോണായിട്ടായിരിക്കും വരുന്നതെന്നാണ് കേൾക്കുന്നത്. അതായത് SRK. യെസ്. പിന്നെ 200 കോടി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. സുഹാനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? പറയാൻ പറ്റില്ല, ആയിരിക്കാം. ഓക്കെ, എന്തായാലും രാജകീയമായിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത കിഴി പുഷ്പ 2. പുഷ്പ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നു. പുഷ്പ. ഇന്ന് അതിൻ്റെ പ്രൊമോ സോമിൻ്റെ പ്രൊമോ വരും 4:05. ഓക്കെ, വൈകിട്ട് കാണാം. പുഷ്പേച്ചിൻ്റെ വരവുണ്ട്. സാരി കൊടുത്ത് തകർക്കുമായിരിക്കും പുഷ്പേച്ചി. അടുത്തത് ഒമർ ലുലു. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്. മലയാളത്തിലെ അത് ഏത് ഭാഷ ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന സിനിമ. റഹ്മാനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്ന് 6 മണിക്ക്. പവി കെയർടേക്കർ. പിന്നെ 4:05 പുഷ്പേച്ചി. അടുത്ത കിഴി ജയ് ഹനുമാൻ. പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്. കൊള്ളാം. IMAX 3D ആയിട്ട് സിനിമ വരുമെന്നുള്ളതാണ്. പുതിയൊരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. പോസ്റ്ററാണോ? ഡ്രാഗണൊക്കെ ഉണ്ട്. അതെ, ജയ് ഹനുമാൻ. തകർക്കും. പിന്നെന്താ? പ്രശാന്ത് വർമ്മ ഹനുമാൻ പൊളിച്ചടക്കിയിട്ടുണ്ട്. അടുത്തത് ഓസ്ലർ 2. എന്താടാ, രണ്ടാമത്തെയാണ് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി. ഓസ്ലർ 2. അതായത് ജയറാം പറഞ്ഞാണ് ഒരു ഇന്റർവ്യൂല് ആളുടെ അടുത്തതായിട്ട് വരാൻ പോകുന്ന മലയാള സിനിമ ഓസ്ലർ 2 ആയിരിക്കും. വേണോ? എന്താ വന്നോട്ടെ, കുഴപ്പമില്ല. നന്നായിട്ട് ചെയ്താൽ പിന്നെ ഇച്ചിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വേറെ കുഴപ്പമൊന്നും. ചെറിയ മാറ്റം, അത് നമുക്ക് മാറ്റി. അതല്ല, നല്ലതാണ്. അല്ല, ആള് ചെയ്ത ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ക്യാരക്ടർ സൂപ്പർ ക്യാരക്ടറായിരുന്നു. പക്ഷെ സ്റ്റോറീന്റെ ഒരു ഇതും കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പറ്റാണ്ടിരുന്നത്. സ്റ്റോറി എന്താണ്? 5-ാം പാതിര തന്നെ. അതന്നെ വില്ലൻ ഡോക്ടർ. അവിടെ വില്ലൻ ഡോക്ടർ കൊലപാതക രീതി എങ്ങനെയാണ്? അതായത് തൻ്റെതായ കാരണമല്ലാത്ത ആൾക്കാരെ പിടിച്ച് കൊല്ലുന്നു. എല്ലാം അങ്ങനെ 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 അതിലൊരു മാറ്റം കൊണ്ടുവന്നാൽ മതി, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്തെടുത്തു. ഓക്കെ, അടുത്ത കിഴി വന്നോട്ടെ. ഓക്കെ,
ഒരാശ്വാസമൊക്കെ ഉണ്ട്. ആ തോന്നുന്നുണ്ട്. രട്ടത്തല അരുൺ വിജയ് നായകനാവുന്ന സിനിമ. സിനിമയിൽ അരുൺ വിജയ് ഡബിൾ റോളാണെന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ക്രിഷ് എന്താണ് ക്രിഷ് തിരുകുമാർ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. അതായത് ആളിതിന് മുൻപ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. മാൻഗ്രാറ്റെ, ഗേതു 2 സിനിമ ചെയ്ത സംവിധായകനാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, അടുത്തത് മമ്മൂട്ടി പൃഥ്വിരാജ് മൂവി. സിനിമ ഒരു സീരിയൽ കില്ലറിന്റെ സ്റ്റോറി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അതും റിയൽ ബേസ് സ്റ്റോറി കൂടിയാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതേതാ സീരിയൽ കില്ലർ? ഏതാ സീരിയൽ കില്ലർ? ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സീരിയൽ കില്ലർ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഓസ്ലർ എന്തിനെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ചോദ്യം. എന്തിനു പടച്ചു വിട്ടു? അങ്ങനെ ഇറക്കി വിട്ടു എന്നല്ല അല്ലേ? സത്യം. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യരുത്. വേറെ എന്തൊക്കെ ചെയ്യാനുണ്ടല്ലേ? ഇനി വീണ്ടും സൈക്കോ കില്ലർ കേട്ടായിരുന്നു. എന്തായാലും പൃഥ്വിരാജ് ഇതിൽ പോലീസ് സ്റ്റേഷനിലാണെന്നുള്ളതാണ് കേട്ടത്. എന്തായാലും നോക്കാം. ഓക്കെ, അടുത്ത കിഴി തട്ടിക്കൂട്ട് വല്ല ആവുമോന്ന് പെട്ടെന്ന്. അതാണ് അറിയോ, ഇത് പിന്നെ തട്ടിക്കൂട്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം അല്ലേ? അതിന്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും പറയാം. ആരോന്നറിയോ, അതായത് മഹേഷ് നാരായണൻ മൂവി കുറച്ച് നീളും. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു മമ്മൂക്ക ചിത്രം അതാണ്. അപ്പോൾ അതിനു വേണ്ടി പക്ഷെ സിനിമ അങ്ങനെ പെട്ടെന്ന് ചെയ്യാനും പറ്റില്ല. അവരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടീമിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തട്ടിക്കൂട്ടല്ല. അതെ. പക്ഷെ സ്റ്റാറുകളുടെ ഭാഗത്ത് നോക്കുമ്പോൾ തട്ടിക്കൂട്ടാണ്. കാരണം പെട്ടെന്ന് ഗ്യാപ്പ് കിടക്കുമ്പോൾ ഫില്ല് ചെയ്യണം, അതിന് ഇന്ന സിനിമ ചെയ്യാമെന്നുള്ള രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്. നോക്കാം എന്തായാലും. ഓക്കെ, അടുത്ത ഗെയിം തഗ് ലൈഫ്. മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സിംബു ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ ഓക്കെ, ഫുള്ള് ആൻറ്റിസിപ്പേറ്റഡ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് ഇങ്ങനെ കൊത്തിയൊഴുക്കുകയാണ് ഇവിടുന്ന്. ആണല്ലേ? എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഓർമ്മ ഞാൻ ഇപ്പൊ തരാം. ഗോട്ട്. എന്താ നമുക്കൊരു ഞാൻ ഗോട്ട് സിനിമയില് ശ്രീലീല ഒരു ഐറ്റം സോങ് ആയിട്ട് വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. തകർക്കും, ഡാൻസ് ചെയ്താൽ തകർക്കും. 10 എണ്ണത്തിന് ഒരെണ്ണം മതി, ഒറ്റ ഒരെണ്ണം. 10 സംഭവിച്ചു. അല്ല, 10 എണ്ണത്തിന് ഒറ്റ ഒരെണ്ണം മതി. 1000 കോഴിക്ക് അരക്കാട അത്ര മതി. ഇനി 10 അല്ല 20 എടുത്തിട്ട് വന്നാലും നമ്മുടെ ചെറുക്കൻ അത് മതി. 1000 കോഴിക്ക് അരക്കാട. 100 കോടി വെക്കാണ്. 100 കോടിന്റെ ഒരു കിടിലൻ സാധനം. ആവേശം സിനിമ 12 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നു. മലയാളത്തിൽ നിന്ന് 4ാമത്തെ സിനിമ ഈ വർഷം 100 കോടിയിലേക്ക്. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ദ ഗോഡ് ലൈഫ്, ഇപ്പോൾ ആവേശം. ഇനി വരാൻ പോകുന്നുണ്ട് അടുത്തത് വർഷങ്ങൾക്ക് ശേഷം. പുറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വ്യത്യാസം ചെറിയ രീതിയിൽ, പക്ഷെ എന്നാലും അതിലേക്ക് അടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിനുശേഷം ഇനി ഇതാ വരാൻ റിലീസിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു അടുത്ത കോടികൾ അടിക്കാനുള്ളതൊക്കെ. എന്താണെങ്കിലും നല്ല അടിപൊളി ഒരു ടൈം. ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ സിനിമ കാണാൻ പോകാൻ വേണ്ടി. അത്ര ആ ഒരു ത്രില്ലിലേക്ക് ശരിക്കും അങ്ങനെ വരാറില്ല. ഇത് വരുന്നതെല്ലാം നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതെ, എന്തൊക്കെ സംഭവിച്ചാലും വിഷയമല്ല. വീടിന്റെ ആധാരം വെച്ചിട്ടാണെങ്കിലും സിനിമ ഇറങ്ങുന്നതെല്ലാം കണ്ടിരിക്കും. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. അങ്ങനെ പോയാലോ? ഞാൻ അതിന് മുന്നേ എല്ലാം കഴിഞ്ഞല്ലോ, പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെന്നാ ഇങ്ങോട്ട് പറയാനാ? പോയാലോ? അരക്കാട അത്ര മതി.